നമ്മുടെ ഭൂമിയിൽ നിന്ന് ഏകദേശം 19.8 പ്രകാശവർഷം അകലെ നമ്മളൊരു സ്റ്റാറിനെ കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റാറിന്റെ പേരാണ് HD 20794. ഈ സ്റ്റാറിനെ ചുറ്റുന്ന 3 പ്ലാനറ്റുകൾ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ പ്ലാനറ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ഡി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ആണ്. ഈ 19.8 പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വലിയ ദൂരമാണെങ്കിലും പ്രപഞ്ചത്തിന്റെ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഈ ദൂരം വളരെ അടുത്ത് തന്നെയാണ്. ഈ സ്റ്റാർ നമ്മുടെ സൂര്യന്റെ ഒരു 80% മാത്രം വലിപ്പമുള്ള ഒരു സ്റ്റാറാണ്. പ്രായം കണക്കാക്കുന്നത് 5 മുതൽ 14 ബില്യൺ വർഷം വരെ പ്രായം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഈ സ്റ്റാറിന്റെ മൂന്നാമത്തെ പ്ലാനറ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ഡി ഒരു സൂപ്പർ എർത്താണെന്ന് പറയുന്നത്. എന്താണ് സൂപ്പർ എർത്തുകൾ എന്ന് വെച്ചാൽ ഭൂമിയെ പോലെ സാദൃശ്യമുള്ള അതിൻ്റെ മദർ സ്റ്റാറിൻ്റെ ഹാബിറ്റബിൾ സോണിൽ കടന്ന് സഞ്ചരിക്കുന്ന ഭൂമിയെക്കാളും 2 മുതൽ 10 മടങ്ങ് വരെ വലിപ്പം വരുന്ന എർത്ത് ലൈക്ക് പ്ലാനറ്റുകളെയാണ് സൂപ്പർ എർത്തുകൾ എന്ന് വിളിക്കുന്നത്. ഈ സൂപ്പർ എർത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭൂമിയേക്കാൾ 6 മടങ്ങ് വലുതാണ്. എന്താണ് ഹാബിറ്റബിൾ സോൺ അല്ലെങ്കിൽ ഗോൾഡിലോക്ക് സോൺ എന്നൊക്കെ പറയും? അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റുന്നത് ഹാബിറ്റബിൾ സോൺ അല്ലെങ്കിൽ ഗോൾഡിലോക്ക് സോൺ എന്ന് പറഞ്ഞ ഒരു റീജിയനിലാണ്. ആ റീജിയനിൽ ചുറ്റുന്ന പ്ലാനറ്റുകളിലാണ് ലിക്വിഡ് വാട്ടർ ഉണ്ടാവുള്ളൂ. അപ്പോൾ സൂര്യനിൽ നിന്ന് ഒരു നിശ്ചിത അകലമാണ്. എന്ന് വെച്ചാൽ സൂര്യന്റെ അടുത്തോട്ട് ചേർന്ന് കഴിഞ്ഞാൽ ചൂട് കാരണം വെള്ളമൊക്കെ ആവിയായി പോകും. സൂര്യനിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ അവിടെ ഐസായി മാറും. നമ്മൾ ഈ കണ്ടെത്തിയിട്ടുള്ള ഈ സൂപ്പർ എർത്ത് ഉണ്ടല്ലോ, ഇത് അതിന്റെ മദർ സ്റ്റാറിനെ ചുറ്റാൻ ഏകദേശം 647 ദിവസം എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം അവിടെ ലൈഫ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ വിചാരിക്കും ഈ ലൈഫ് എന്നൊക്കെ പറയുന്നത്, ഏലിയൻസ് എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോലൊക്കെ ഉള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ജീവികളായിരിക്കാം എന്നാണ്. ചിലപ്പോൾ ഈ ഏലിയൻസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ലെവലിൽ ചിലപ്പോൾ ഫോം ആയിട്ടേ ഉണ്ടാവുള്ളൂ. നമുക്കിത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏലിയൻസ് ഉണ്ടാവും.